dermatologist and cosmetologist working at Shanti Hospital, Omasheri. This is my husband. Hello, my name is Dr. Shafi. I'm an anesthesiologist working in Shanti Hospital, Omasheri. Okay. So today we'll be talking about first aid. And so when we are talking about first aid, we thought we will specifically talk about two things. Mainly cardiopulmonary resuscitation, or otherwise called CPR, and something called basic life support, and choking. So these are two kind of problems that we'll come across. Where you do an intervention and it really saves the patient's life. So initially, she'll talk to you about choking. Okay, before going to choking, I'll give you an introduction about first aid. So what is first aid? To see a definition, it's an emergency care given immediately to an injured person to minimize injury and future disability. So there are a few points about aims of first aid. First, to preserve life, to prevent the worsening of condition, to promote recovery, to save transportation to the hospital. Basically, പേഷ്യൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ മെഡിക്കൽ കണ്ടീഷൻ പേഷ്യൻ്റെ കണ്ടീഷൻ വേഴ്സൺ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പേഷ്യനെ സേഫായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നത്. സോ വെൻ യു ഡീൽ വിത്ത് ഫസ്റ്റ് എയ്ഡ്, യു ഹാവ് ടു സീ ഫ്യൂ പോയിന്റ്സ്. മേക്ക് ഏരിയ സേഫ്. ലൈക്ക് സപ്പോസ് ഒരു പേഷ്യൻ്റ് ഒരു ഇലക്ട്രിക് ഷോക്ക് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അങ്ങനത്തെ ഒരു ഏരിയയിൽ നമ്മൾ ഓടിപ്പോയി പേഷ്യന്റിനെ സേവ് ചെയ്യാൻ ട്രൈ ചെയ്യരുത്. ബിക്കോസ് നമ്മളും സേഫ് ആയിരിക്കണം. സോ യു മേക്ക് ഷുവർ ദാറ്റ് ഏരിയ ഇസ് സേഫ് ഫോർ യുവർ സെൽഫ്. It's also called as scene safety. So you have to look about, just see whether the place is safe for yourself first. Because electric shock നമ്മൾ ചിലപ്പോൾ വയറുണ്ടാവും, താഴെ അത് വെള്ളത്തിൽ കിടക്കുന്നുണ്ടാവും, ഷോക്ക് ആയിട്ടാണ്. എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് നമ്മളൊന്ന് അസസ് ചെയ്തിട്ട് എന്നിട്ട് പേഷ്യന്റെ അടുത്തേക്ക് പോകും. ബിക്കോസ് ഹി ഹാസ് ഓൾറെഡി പേഷ്യന്റ് ഇസ് ഇൻജേർഡ്. ഹി ഹാസ് ബീൻ ഇൻജേർഡ് ബിക്കോസ് ഓഫ് സം റീസൺ. സോ ദർ ഇസ് സംതിങ് വിച്ച് ഹസ് ഹാപ്പൻഡ്. ടു ജസ്റ്റ് അനലൈസ് ദ പ്ലേസ്, analyze the situation and then go forward. Okay. Next, evaluate the injured person condition. Then seek help. This is very important. നമ്മളൊരു എമർജൻസിക്ക് വേണ്ടിയിട്ട് ഒരു ഫോൺ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ആംബുലൻസ് വിളിക്കുക, ഒരു ഡോക്ടർ വിളിക്കുക, എന്തെങ്കിലും ഒരു സീക്ക് ഹെൽപ്പ്. ദെൻ ഗീവ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മളൊരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു ആംബുലൻസ് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഒരു വഴി കാണണം. ബിക്കോസ് നമുക്ക് പേഷ്യന്റിന് ഒരുപാട് നേരം ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് രക്ഷപ്പെടുത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒരു ബാക്കപ്പ് ആയിട്ട് നമ്മൾ ഇത് ചെയ്തിട്ട് വേണം ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ. It is very important because evaluating the patient's condition, means whoever is injured, we have to just see whether the patient is, the first and foremost thing is whether he is conscious or not. Appo you just call out to the patient, are you awake, or open your eyes. അങ്ങനെ പറഞ്ഞിട്ട് just shake the patient and call him. That is evaluating the injured patient. Just basic evaluation in the sense like whether the patient is conscious or not. അത്ര evaluate ചെയ്യാനുള്ളത്. If the patient is unconscious, then it is immediately call for help. അൺകോൺഷ്യസ് പേഷ്യന്റിനെ കണ്ടിട്ട് നമ്മൾ പിന്നെ അവിടെ സമയം കളയാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മൾ കോൾ ഫോർ ഹെൽപ്പിന് സമയം കളയാൻ പാടില്ല. എത്രയും പെട്ടെന്ന് യു ഹാവ് ടു കോൾ ഫോർ ഹെൽപ്പ്. വിച്ച് ഇസ് യുവർ എമർജൻസി നമ്പർ, ഓർ സെൻഡ് സംബഡി ടു ബ്രിങ് ആൻ ആംബുലൻസ്. ബിക്കോസ് ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. കാരണം വെച്ചാൽ എന്നാലേ ഉള്ളൂ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആരെങ്കിലും വരുള്ളൂ. ബിക്കോസ് യു കനോട്ട് ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം CPR ആണെങ്കിലും വേറെ എന്ത് കാര്യമാണെങ്കിലും നിരന്തരം നമുക്ക് ചെയ്തുകൊണ്ട്, പക്ഷെ അവർ ആ ഹെൽപ്പ് എത്തുന്നത് വരെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ആ ഹെൽപ്പ് വിളിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് തിങ്. ഇവാലുവേറ്റിംഗ് ദ പേഷ്യന്റ് വെദർ ദ പേഷ്യന്റ് ഇസ് കോൺഷ്യസ് ഓർ നോട്ട്, ആൻഡ് ദെൻ ഇമ്മീഡിയറ്റ്ലി കോളിംഗ് ഫോർ ഹെൽപ്പ്. That is the thing. Then you give your first aid, whatever that we are going to do. Okay, right. Okay. അപ്പോൾ ഇനി നമുക്ക് CPR-നെ കുറിച്ച് സംസാരിക്കാം. CPR എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് കാർഡിയോപൾമണറി റിസസിറ്റേഷൻ. ഇപ്പം ഞാൻ പറഞ്ഞ ഏത് കണ്ടീഷൻ പറഞ്ഞാൽ ഒരു അൺറെസ്പോൺസീവ് പേഷ്യന്റ് ഉണ്ടാകുമ്പോഴാണ് CPR ചെയ്യുക. പേഷ്യന്റ് അൺറെസ്പോൺസീവ് ആവുക എന്ന് പറഞ്ഞാൽ പല വിധത്തിലും, ഏത് വിധത്തിലും ആണെങ്കിലും അൺറെസ്പോൺസീവ് ആവാം. പല സിറ്റുവേഷൻസിൽ പേഷ്യന്റ് അൺറെസ്പോൺസീവ് ആവാം. ഒന്ന് ഡ്രൗണിങ് പേഷ്യന്റ് അൺറെസ്പോൺസീവ് ആവാം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഷോക്ക് ഏറ്റ ആൾ അൺറെസ്പോൺസീവ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്യൂംസ് എന്തെങ്കിലും ഇൻഹേൽ ചെയ്തിട്ട് അങ്ങനെ പിന്നെ അൺറെസ്പോൺസീവ് ആവും. അപ്പോൾ ഏത് സിറ്റുവേഷൻ വേണമെങ്കിലും അൺറെസ്പോൺസീവ് ആവും. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ഒരു പേഷ്യന്റ് അൺറെസ്പോൺസീവ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is some danger
ഉള്ള ഒരു സ്ഥലമാണെന്നുള്ളതാണ് അറിയാം. അപ്പോൾ സീൻ സേഫ്റ്റി നമ്മൾ ആദ്യം നോക്കണം. അപ്പോൾ ബേസിക്കലി ആ സിറ്റുവേഷൻ സേഫ് ആണെന്നുള്ളത് നമ്മളെ സ്വന്തം സേഫ്റ്റി ആദ്യം നോക്കിയിട്ട് വേണം പേഷ്യന്റ് അടുത്തേക്ക് പോകാൻ. ആൻഡ് നമ്മൾ സേഫ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് പേഷ്യന്റ് റെസ്പോൺസീവ് ആണോ അല്ലേ എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ എങ്ങനെ നോക്കുക വെച്ചാൽ നമ്മൾ പേഷ്യന്റ് ഷോൾഡർ തട്ടിയിട്ട് വിളിച്ചിട്ട് ഓപ്പൺ യുവർ ഐസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേഷ്യന്റിനെ വിളിക്കുമ്പോൾ പേഷ്യന്റ് കണ്ണ് തുറക്കുന്നുണ്ടോ ഇല്ലെന്ന് നോക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ നോക്കണം. സൗണ്ട് ഉണ്ടാക്കുക, അങ്ങനെ എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടോ നോക്കണം. അപ്പോൾ കണ്ണ് തുറന്നിട്ടില്ലെങ്കിൽ പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ യു ഹാവ് ടു കോൾ ഫോർ ഹെൽപ്പ്. കോൾ ഫോർ ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺസ് ഉള്ള കാരണം യു ഹാവ് ടു ഡയറക്ട്ലി കോൾ ഏതെങ്കിലും ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ആംബുലൻസോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവനോട് ഹെൽപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി വിളിക്കാൻ വേണ്ടിയിട്ട് പറയണം. അങ്ങനെ പറഞ്ഞതിന് ശേഷം കോൾ ഫോർ ഹെൽപ്പാണ് സെക്കൻഡ് തിങ്. ഇപ്പോൾ കോൾ ഫോർ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേഷ്യന്റ് നോക്കേണ്ട എന്താ വെച്ചെങ്കിൽ വെദർ ദ പേഷ്യന്റ് ഇസ് ഹാവിംഗ് പൾസ് ഓർ നോട്ട്. അപ്പോൾ പൾസ് മെയിൻലി നോക്കുക നമ്മൾ ഇവിടെ കരോട്ടിഡ് പൾസാണ് നോക്കുക. നമ്മൾ ഇവിടെ മറ്റേ ഇതിലൂടെ ഒരു ബ്ലഡ് വെസൽ പോകുന്നുണ്ട്, ഒരു മെയിൻ കരോട്ടിഡ് വെസൽ എന്നതിന് പറയാം. നമ്മളെ ട്രെക്കി അവിടെ നടുവിലാണെങ്കിൽ അതിന്റെ ജസ്റ്റ് സൈഡിലാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഫിംഗർ വെച്ചിട്ട് ജസ്റ്റ് അമർത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൾസ് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കാം. അപ്പോൾ പേഷ്യന്റിന് പൾസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ അതേ സമയത്ത് പൾസ് ഉണ്ടോ എന്ന് നോക്കുന്നതിന്റെ കൂട്ടത്തിൽ പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം. അപ്പോൾ പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ചെസ്റ്റ് റൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കണം. അല്ലെങ്കിൽ വെറുതെ നമുക്ക് കൈ മൂക്കിന്റെ അവിടെ വെച്ച് നോക്കി കഴിഞ്ഞാൽ അതായത് ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മൾ മറ്റേ കാറ്റ് കൈമലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ പേഷ്യന്റെ പൾസ് നോക്കലും പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ നോക്കലും ഈ രണ്ടിനും മാക്സിമം 10 സെക്കൻഡ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. 10 സെക്കൻഡിനുള്ളിൽ നമ്മൾ പൾസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം, പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ നോക്കണം. പൾസ് കിട്ടുന്നുണ്ട് പക്ഷെ പേഷ്യന്റ് പൾസ് കിട്ടുന്നുണ്ട് പക്ഷെ പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യണം വെച്ചെങ്കിൽ പേഷ്യന്റിന് നമ്മൾ നമ്മൾ റെസ്ക്യൂ ബ്രെത്ത്സ് കൊടുക്കണം. പറഞ്ഞാൽ 6 സെക്കൻഡ് കൂടുമ്പോൾ ഒരു ബ്രെത്ത് കൊടുക്കണം. അതാണ് അതിന്റെ പ്രോട്ടോകോൾ. അപ്പൊ ഈ പേഷ്യന്റ് നമുക്ക് പൾസ് ഉണ്ട്, പേഷ്യന്റ് ഹാർട്ട് വർക്ക് ചെയ്യുന്നു പക്ഷെ പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ സമയത്ത് നമ്മൾ വെറും ബ്രെത്ത് മാത്രം കൊടുത്താൽ മതി. അതെല്ലാ 5 to 6 സെക്കൻഡ്സ് നമ്മൾ 1 ബ്രെത്ത് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് പേഷ്യന്റ് പൾസും ഇല്ല ബ്രീത്ത് ചെയ്യുന്നുമില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് CPR. CPR കാർഡിയോപൾമണറി റിസസിറ്റേഷൻ ഓർ സ്റ്റാർട്ട് കംപ്രഷൻസ്. ഈ കംപ്രഷൻസ് എന്ന് പറഞ്ഞ സാധനം എങ്ങനെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പേഷ്യന്റിനെ ആദ്യം ഒരു ഹാർഡ് സർഫേസിലേക്ക് മാറ്റിയിട്ട് എന്നിട്ട് നമ്മൾ 2 നിപ്പിൾസിന്റെ ഇടയിലുള്ള ഭാഗത്താണ് നമ്മൾ കൈ വെക്കേണ്ടത്. ആ കൈ നമ്മൾ ഹീലാണ് വെക്കേണ്ടത്. പാമ്പിന്റെ ഹീൽ വെച്ചതിന് ശേഷം മറ്റേ കൈ അതിന്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്തിട്ട് എന്നിട്ട് എൽബോസ് സ്ട്രെയിറ്റ് ആയി വെക്കണം. എൽബോ ബെൻഡ് ചെയ്യാൻ പാടില്ല, എൽബോ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. എൽബോ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഹിപ്പിന്ന് വേണം മൂവ്മെന്റ് വരാൻ, അല്ലാണ്ട് കൈ ഇങ്ങനെ ആവാൻ പാടില്ല. ഹിപ്പിന്നാണ് മൂവ്മെന്റ് വരേണ്ടത്. ഇങ്ങനെയാണ് CPR കൊടുക്കേണ്ടത്. അപ്പൊ അതുമല്ല പിന്നെ നമ്മൾ ഇങ്ങനെ എൽബോ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെ പേഷ്യന്റ് ഏകദേശം ഒരു 90 ഡിഗ്രീസിലേക്ക് പേഷ്യന്റ് നമ്മളായിട്ട് 90 ഡിഗ്രിയിൽ വരും. കാരണം അല്ലാണ്ട് നമ്മൾ ഇല്ലാണ്ട് ഇങ്ങനെ ലീൻ ചെയ്തിട്ടും ചെയ്യാൻ പറ്റില്ല, ഒന്നാകെ അങ്ങോട്ട് പറഞ്ഞിട്ടും ചെയ്യാൻ പറ്റില്ല. പേഷ്യന്റിന്റെ മേലെ നേരെ 90 ഡിഗ്രീസിൽ വെച്ചിട്ട് ചെയ്യണം. ചെസ്റ്റിന്റെ 2 നിപ്പിൾസിന്റെയും ഇടയിൽ കൈവച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി ഇതിന്റെ ഈ കംപ്രഷൻ പറഞ്ഞത് എത്ര ഡെപ്തിൽ ചെയ്യണം, എത്ര സ്പീഡിൽ ചെയ്യണം. അപ്പോൾ എത്ര ഡെപ്തിൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി 2 to 2.5 inches ഓർ 5 to 6 centimeters ആണ് അതിന്റെ ഡെപ്ത്. എത്ര സ്പീഡിൽ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 അറ്റ്ലീസ്റ്റ് 100 to 120 കംപ്രഷൻസ് പെർ മിനിറ്റ് എന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അതില് നമുക്ക് നമ്മൾ 5 സൈക്കിൾസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഒരു സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 കംപ്രഷൻസ് ആൻഡ് 2 ബ്രെത്ത്സ് ആണ്. അപ്പം 30 കംപ്രഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 റെസ്ക്യൂ ബ്രെത്ത്സ് കൊടുക്കണം. അപ്പൊ 30 കംപ്രഷൻസ് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ പൊസിഷനിൽ കൈ വെച്ചിട്ട് അങ്ങനെ 30 കംപ്രഷൻസ് കൊടുക്കണം. 30 കംപ്രഷൻസ് കൊടുത്തതിന് ശേഷം പിന്നെ 2 ബ്രെത്ത് കൊടുക്കണം. ബ്രെത്ത് കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ കിടക്കുന്ന പേഷ്യന്റെ കഴുത്ത് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ നെക്ക് ടിൽറ്റും ചിൻ ലിഫ്റ്റും. നെക്ക് ടിൽറ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് തലന്റെ അവിടെ കൈ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ആക്കുക. ചിൻ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 2 വിരൽ വെച്ചിട്ട് ജസ്റ്റ് ചിന്നൊന്ന് ലിഫ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ സാധാരണ അബോധാവസ്ഥയിലാകുമ്പോൾ നമ്മുടെ ടങ് ഫോൾ ചെയ്യുമ്പോൾ എയർവേ ഒബ്സ്ട്രക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്.
പിന്നെ സാധാരണ അവരിപ്പോ ഈ പറയാ എങ്ങനെ വെച്ചെങ്കിൽ ശരിക്കും ഒരു മാസ്ക് ഉണ്ട്. പറഞ്ഞാൽ ആ മാസ്ക് ശരിക്കും വായിന്റെ അവിടെ വെച്ചിട്ടാണ് ഇത് ഊതാന്നാണ് പറയാ. പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻ മോസ്റ്റ് ഓഫ് ടൈം നമുക്ക് അങ്ങനെ ഒരു മാസ്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പൊ ഏറ്റവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചെങ്കിൽ ഒരു ടവൽ എന്തെങ്കിലും വെച്ചിട്ട് വായിന്റെ അവിടെ വെക്കാം. ഷോളോ ടവലോ അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ, കാരണം പേഷ്യന്റ് വായുള്ളത് നമ്മളെ വായിലേക്ക് ആവാതിരിക്കും, നമ്മുടെ ഒരു ടവൽ വെച്ചിട്ട് എന്നിട്ട് അതിൽ കൂടെ നമ്മള് സൈഡിൽ നിന്നിട്ട് പേഷ്യന്റ് ഈ പറഞ്ഞ പോലെ നെക്ക് പൊസിഷൻ ചെയ്തിട്ട് നെക്ക് പ്രസ് ചെയ്തിട്ട് മൗത്തിലേക്ക് ബ്രീത്ത് ചെയ്യാം. അങ്ങനെ 2 റെസ്ക്യൂ ബ്രത്ത്സ്. ഒരു ബ്രത്ത് 1 സെക്കൻഡാണ്. അപ്പൊ പക്ഷെ ആ ഒരു സെക്കൻഡ് ബ്രത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ നോക്കണം വെച്ചാൽ പേഷ്യന്റ് ചെസ്റ്റ് റൈസ് ചെയ്യണ്ടോ നോക്കണം. കാരണം അതാണ് അതിന്റെ കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ അത് എഫക്റ്റീവ് അല്ല എന്നർത്ഥം. അപ്പൊ അങ്ങനെ 30 കംപ്രഷൻ ആൻഡ് 2 റെസ്ക്യൂ ബ്രത്ത്സ്. ഇതാണ് CPRന്റെ ഇത്. അപ്പൊ അതില് 30:2 എന്ന് പറഞ്ഞാല് അതാണ് അതിന്റെ ഒരു സൈക്കിൾ. അങ്ങനെ 5 സൈക്കിൾസ് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെയും പൾസ് ഉണ്ടോ എന്ന് നോക്കണം. ഇത് ടിൽ ഹൗ ലോങ് യു ഹാവ് ടു കണ്ടിന്യൂ ഈസ് നമ്മളുടെ റെസ്ക്യൂ ഒരു ഹെൽപ്പ് വരുന്നവരെയാണ് നമ്മളിത് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ കോൾ ഫോർ ഹെൽപ്പിന്റെ ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നത്. കാരണം നമുക്കിത് CPR ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റൂല. നമുക്ക് കുറഞ്ഞ സമയത്തിന്, കാരണം നമ്മൾ ടയർഡാവും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ രണ്ടാമത്തെ ആള് ഹെൽപ്പ് വിളിച്ചുകൊണ്ട് വരികയും ചെയ്യും. പിന്നെ നമ്മളെ വന്നു കഴിഞ്ഞാൽ നമ്മളെ CPR ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ CPRന് ആളെ മാറ്റേണ്ടത് എപ്പോഴാണെന്ന് വെച്ചെങ്കിൽ 30:2 എന്നുള്ളത് 5 സൈക്കിൾസ് കഴിയുമ്പോഴാണ് അടുത്ത ആള് മറ്റേത് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ പുഷ് ഹാർഡ് പുഷ് ഫാസ്റ്റ് എന്നാണ് നമ്മുടെ ഡിക്റ്റം. പുഷ് ഹാർഡ് പുഷ് ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുഷ് ഹാർഡ് എന്ന് പറഞ്ഞാൽ ഹൗ ഹാർഡ് മീൻസ് നമ്മൾ ഈ പറഞ്ഞ പോലെ 2 to 2.5 inches ഹാർഡ്. പുഷ് ഫാസ്റ്റ് ഇസ് ആക്ച്വലി അറ്റ്ലീസ്റ്റ് 100 to 120 കംപ്രഷൻസ് പെർ മിനിറ്റ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഡിക്റ്റം. ടിൽ ദ പേഷ്യന്റ് ബിക്കംസ് awake or somebody comes for help. ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. കോൾ ഫോർ ഹെൽപ്പില് നമ്മൾ ആളെ വിളിച്ച് ഹെൽപ്പിന് വിളിക്കുന്നതിന്റെ കൂട്ടത്തില് ഒന്നുമില്ലെങ്കിൽ അവര് വരുമ്പോ ഒരു AED ഓർ ഓട്ടോമാറ്റിക് ഡീഫിബ്രിലേറ്റർ, ബേസിക്കലി ഒരു ഓട്ടോമാറ്റഡ് ഡീഫിബ്രിലേറ്റേഴ്സ് ആണത്. അപ്പൊ ഒന്നുമില്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം അടുത്ത എവിടുന്നാണ് അവൈലബിലിറ്റി അവിടുന്ന് കൊണ്ടുവരണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലെ ആൾക്കാർ സാധാരണ അവർ കൊണ്ടുവരും. അപ്പോൾ ബേസിക്കലി ഇത് ഈ AED കൊണ്ടുവരാന്ന് അപ്പൊ എനിക്ക് പറയാം. അപ്പൊ ഈ AED ഇറ്റ്സ് എൻ ഓട്ടോമേറ്റഡ് ഡിവൈസ്. അത് എന്താ വെച്ചെങ്കിൽ നമ്മൾ അത് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും, അതിന്റെ പാഡ് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പേഷ്യന്റിന്റെ ഹാർട്ടിൽ എന്തെങ്കിലും ഷോക്കബിൾ റിതം ഉണ്ടോ ഇല്ല എന്നുള്ളത് കാണിച്ചു തരും. അപ്പൊ ഇഫ് ദർ ഇസ് എ ഷോക്കബിൾ റിതം ദെൻ യു ഹാവ് ടു ഷോക്ക് ഇറ്റ്. അതാണ് അതിന്റെ കാര്യം. ഷോക്ക് ചെയ്തതിനു ശേഷം പിന്നെയും CPR കൊടുക്കണം. ഇതാണ് അതിന്റെ ഡിക്റ്റം. ബേസിക്കലി കംപ്രഷൻസ് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ 30:2 കംപ്രഷൻസ് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഹെൽപ്പ് പറഞ്ഞ ആള് he has to bring the AED ഓൾസോ. ആൻഡ് AED അറൈവ് ചെയ്ത ഉടനെ തന്നെ ഷോക്കബിൾ റിതം ഉണ്ടോ നോക്കാം, ഷോക്ക് കൊടുക്കുക, കണ്ടിന്യൂ CPR. ഇതാണ് ബേസിക് ലൈഫ് സപ്പോർട്ടിന്റെ ബേസിക് കാര്യങ്ങൾ. അപ്പോ ഈ CPR എന്ന് ഇപ്പൊ പറഞ്ഞ കാര്യം ഞങ്ങൾ എന്തായാലും ഒരു വീഡിയോ ആയിട്ടും കാണിച്ചു പോയിന്റിൽ തന്നെ ആയിരിക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുക വെച്ചാൽ, നേരെ നോസിന് നേരെ താഴേക്കൊരു ലൈൻ വരയ്ക്കുക, ഒരു ഇമാജിനറി ലൈൻ, നിപ്പിൾ ടു നിപ്പിൾ ഒരു ലൈൻ വരയ്ക്കുക. അതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ് നമുക്ക് കിട്ടും. ഈ സെൻറ്റർ പോയിന്റിൽ കൈയുടെ ഇവിടുന്ന് താഴേക്കുള്ള ഹീൽ ഓഫ് ദ പാം എന്നാണ് അതിൽ പറയുക, ആ ഭാഗം വെക്കുക. എന്നിട്ട് മറ്റേ കൈ കൊണ്ട് നമ്മൾ ലോക്ക് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് നമ്മൾ ആ സെൻറ്റർ പോയിന്റിൽ വെച്ചു. നമ്മുടെ ഈ ഷോൾഡർ ഈ കിടക്കുന്ന ആളുടെ നോസുമായിട്ട് ഒരു 90 ഡിഗ്രി ലെവലിൽ വരത്തക്ക വിധമായിരിക്കണം നമ്മൾ കൈ വയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ കംപ്രഷൻ കൊടുക്കണം. ഈ കംപ്രഷൻ്റെ റേഷ്യോ ഉണ്ട്. ഒന്ന് 5 to 6 സെൻറ്റിമീറ്റർ താഴ്ചയിലായിരിക്കണം നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നത്. ഇങ്ങനെ 30 കംപ്രഷൻ ഫസ്റ്റ് കൊടുക്കുക, എന്നിട്ട് 2 ബ്രത്ത് കൊടുക്കുക. 30 കംപ്രഷൻ കൊടുക്കുക, 2 ബ്രത്ത് കൊടുക്കുക, 30 കംപ്രഷൻ കൊടുക്കുക, 2 ഇങ്ങനെ ടോട്ടൽ 5 സൈക്കിൾ നമ്മൾ ചെയ്യണം. ഈ 5 സൈക്കിൾ ചെയ്തതിന് ശേഷം നമ്മൾ എവിടേക്ക് നോക്കണം? നമ്മളെ ഹാർട്ടിലേക്ക് ഒരു 10 സെക്കൻഡ് നമ്മൾ എന്ത് വേണം, ഒന്ന് ചരിഞ്ഞ് നോക്കണം ഹാർട്ട് മിടിക്കുന്നുണ്ടോ. അപ്പോൾ CPR എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് നമ്മളൊരു ഇമാജിനറി ലൈൻ വരച്ചു, കൈ വെച്ചു, ലോക്ക് ചെയ്തു, സ്റ്റഡി ആയിട്ട് നിന്നു. നമ്മളെന്തു ഇനി ഒരു 30 കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ദെൻ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 27 28 29 30 കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ഇനി നമുക്ക് 2 ബ്രത്ത് കൊടുക്കണം. ബ്രത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഒരു അബോധാവസ്ഥയിൽ കിടക്കുന്ന ആൾ എപ്പോഴും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാവ് വന്നിട്ട് തൊണ്ടയിൽ അടയും. അപ്പോൾ അതിനെ നമ്മളൊന്ന് തൊണ്ടയിൽ അടയുമ്പോൾ എന്താണ്, നമ്മൾ ഇയാൾക്ക് കൊടുക്കുന്ന ബ്രത്ത് എവിടേക്ക് കിട്ടില്ല, ഇയാളുടെ ഹാർട്ടിലോട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഹെഡ് ടിൽറ്റ് എന്ന് ചിൻ ലിഫ്റ്റ് എന്ന പ്രക്രിയയാണ് ചെയ്യുക. ഒന്ന്
കൈ ഇങ്ങനെ നെറ്റി തടത്തിൽ വെക്കുക, ഒരു 2 ഫിംഗർ എടുത്ത് ചിന്നിൽ വെക്കുക, എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഉയർത്തുക, എന്നിട്ട് 2 ബ്രത്ത് കൊടുക്കുക. ബ്രത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഇയാളുടെ വായിൽ നിന്നൊക്കെ ചിലപ്പം എന്താ പറയുക ഛർദിയിലുണ്ടാവും, ബ്ലഡ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അത് നമ്മളെ ശരീരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും, അയാൾക്കുള്ള അസുഖം നമ്മളിലോട്ട് പകരും. അതിന് പകരം നമുക്ക് പ്രൊട്ടക്റ്റീവ് PPE എന്നാണ് അതിന് പറയുക, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് എന്നാണ് പറയുക. അതിന് പകരം നമ്മളിവിടെ കർച്ചീഫാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കർച്ചീഫ് വെച്ചിട്ട് നമ്മൾ 2 ബ്രത്ത് കൊടുക്കും. എങ്ങനെയാണ് കൊടുക്കുക, ഒരു ശ്വാസം നമ്മൾ എടുക്കുക കൊടുക്കുക, ഒരു ശ്വാസം എടുക്കുക കൊടുക്കുക. എങ്ങനെ കൊടുക്കാം നോക്കാം. 1 2. അപ്പോൾ നമ്മൾ എവിടേക്കാണ് നോക്കേണ്ടത്, ചെസ്റ്റിലോട്ടാണ് നോക്കേണ്ടത്. ചെസ്റ്റ് റൈസിങ് ഉണ്ടോ നോക്കുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, CPR സ്റ്റാർട്ട് ചെയ്യുക. റെഡി 1 2 3 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 30 പ്രാവശ്യം. ദെൻ ഇങ്ങനെ ടോട്ടൽ 5 സൈക്കിൾ നമ്മൾ ചെയ്യാം. So coming to choking in adult, first of all, what is choking? Choking എന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ട് പേഷ്യന്റിന് ശ്വാസം കിട്ടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അതായത് ഇറ്റ് ക്യാൻ ബി ഫുഡ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോറിൻ ബോഡി ആവാം, കോയിൻ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ നമ്മൾ എന്താണ് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ചെയ്യേണ്ടത്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, ബിക്കോസ് ഇത് മരണം വരെ സംഭവിക്കാം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടില്ലെങ്കിൽ. അപ്പോ ഫസ്റ്റ് നമ്മൾ ചോക്കിംഗ്, I'm going to talk about choking adultൽ വന്നാൽ എങ്ങനെ, കിഡ്സിൽ വന്നാൽ എങ്ങനെ, ബേബീസിൽ വന്നാൽ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും. ഫസ്റ്റ് നമ്മൾ അഡൾട്ട് ആണ് പറയാൻ പോകുന്നത്. അപ്പോ ചോക്കിംഗ് വിക്ടിമിനെ നമ്മൾ ഫസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഒരാൾ ചോക്ക് ചെയ്യുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലാവും? അവർക്ക് സംസാരിക്കാൻ കഴിയില്ല, ബഹളം വെക്കാൻ കഴിയില്ല, ഒന്നും കഴിയില്ല. ലൈക്ക് കണ്ണ് ഹോൾഡിംഗ് ദ കണ്ണ് തുറക്കുന്നുണ്ടാവും, അങ്ങനെ സ്കെയറി ആയിട്ട് കണ്ണ് പുറത്ത് തള്ളിയിട്ട് ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും. ലൈക്ക് വി ക്യാൻ ആസ്കം ആർ യു ചോക്കിംഗ്, തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ അപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഓക്കെ. സോ നമ്മൾ അങ്ങനെ ചോക്കിംഗ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വി ലാസ്റ്റ് പേഷ്യന്റ് ടു കോഫ് ഇറ്റ് ഔട്ട്, നല്ല സ്ട്രോങ് ആയിട്ട് ചുമക്കാൻ പറയാം. അപ്പൊ ആ പവറിൽ ഇപ്പൊ എന്തെങ്കിലും ഫോറിൻ ബോഡി ചിലപ്പോൾ പുറത്ത് വന്നേക്കാം, വായിലുണ്ടെങ്കിൽ ഒന്നിൽ കൈകൊണ്ട് എടുത്തിട്ട് അല്ല അവരോട് സ്പിറ്റ് ചെയ്യാൻ പറയാം. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ശരിയാവുന്നില്ല, ഫോറിൻ ബോഡി പുറത്ത് വരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്ലാപ്പ് ഇറ്റ് ഔട്ട്. സ്ലാപ്പ് ഇറ്റ് ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ കയ്യിൽ പേഷ്യന്റിനോട് കുറച്ച് കുനിഞ്ഞ് നിൽക്കാൻ പറഞ്ഞിട്ട് ഒരു സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കിൽ നമ്മുടെ കൈയിന്റെ ഹീല് കൊണ്ട് 2 ഷോൾഡേഴ്സിന്റെ ഇടയിൽ, ഇവിടെ മുതുകിൽ 2 ബോൺസിന്റെ അതിന്റെ രണ്ടിന്റെ ഇടയിൽ നല്ല സ്ട്രോങ് ആയിട്ട് 5 ടൈംസ് അടിക്കുക, നല്ല ബ്ലോ ചെയ്യുക. അപ്പോ ഈ ഫോറിൻ ബോഡി പുറത്ത് വരും. അത് യു ഡു ഇറ്റ് ആൻഡ് 5 ടൈംസ് ചെയ്യുക, എന്നിട്ട് ചെക്ക് ഇറ്റ്, ഇതിങ്ങനെ വായിൽ അങ്ങനെ വരുന്നുണ്ടോ, അത് ഫോറിൻ ബോഡി വരുന്നുണ്ടോ. അപ്പൊ അത് ചെയ്തിട്ടും ശരിയാവുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യന്റിന്റെ ബാക്കിൽ നിന്നിട്ട് നമ്മളുടെ 2 ആംസും പേഷ്യന്റിന് ചുറ്റും വെച്ചിട്ട് കൈ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഈ തമ്പ്, അതായത് ഈ വിരല് ഉള്ളിലോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ മറ്റേ ഹാൻഡ് നമ്മളെ ഈ കൈനെ സപ്പോർട്ട് ചെയ്തിട്ട് like where you have to keep between the lower part of the chest and belly, അതിന്റെ രണ്ടിന്റെ ഇടയിലും വെച്ചിട്ട് you have to push it inwards and upwards. അങ്ങനെ ബാക്കിലേക്ക് ഇൻവേർഡ്സ് ആൻഡ് അപ്വേർഡ്സ് നമ്മൾ ഇതിങ്ങനെ പുഷ് ചെയ്യണം. 1 2 3 4 5 അങ്ങനെ ചെയ്യാം. അപ്പൊ അങ്ങനെ പേഷ്യന്റ് ബാക്കിൽ നിന്നിട്ട് ഐ ഷോ യു ദ വീഡിയോ, ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാം, അപ്പൊ യു വിൽ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഫോറിൻ ബോഡി പുറത്ത് വരും. അപ്പൊ ഇങ്ങനെ 5 ടൈംസ് ചെയ്തിട്ട് യു ചെക്ക് ഇറ്റ്, പേഷ്യന്റിന്റെ മൗത്തിലുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ എടുക്കുക, അവരോട് സ്പിറ്റ് ചെയ്യാൻ പറയാം. ഒരുപാട് കൈ നമ്മുടെ വിരലുള്ളിലേക്ക് ഇട്ട് ഫോറിൻ ബോഡി എടുക്കാൻ ട്രൈ ചെയ്ത് ചിലപ്പോൾ അതിങ്ങനെ അറ്റത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ ഉള്ളിലോട്ട് പോകാനും കൂടുതൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാനും അത് കാരണം ശ്വാസം തീരെ കിട്ടാതാവാനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യരുത്. പിന്നെ ഇത് ഹൗ ലോങ് വി ഹാവ് ടു കണ്ടിന്യൂ, ഇത് എത്ര നേരം നമ്മൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണം, ഏത് ടിൽ ദ ഫോറിൻ ബോഡി കം ഔട്ട്, ഈ ഫോറിൻ ബോഡി കുടുങ്ങിക്കിടക്കുന്ന സാധനം പുറത്ത് വരുന്നവരെ, അല്ലെങ്കിൽ ടിൽ പേഷ്യന്റ് നോട്ട് പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ യു ഹാവ് ടു ഫസ്റ്റ് തിങ് ഈസ് യു ഹാവ് ടു കോൾ ഫോർ ഹെൽപ്പ്. എവിടെ റെസ്പോൺസ് ഇല്ല, അങ്ങനെ പേഷ്യന്റ് അൺകോൺഷ്യസ് ആയി, ഫസ്റ്റ് തിങ് ഈസ് കോൾ ഫോർ ഹെൽപ്പ്. കോൾ ഫോർ ഹെൽപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ then you have to start your CPR. We'll come to it. CPR എങ്ങനെ കൊടുക്കാന്നുള്ളത് നമ്മൾ പറയാം.
your hand to give up to 5 sharp back blows between their shoulder blades. Then check to see if there's anything in their mouth. If there is, tell them to pick it out. If back blows don't work, try giving up to 5 abdominal thrusts. Squeeze it out. To give the abdominal thrusts, stand behind them. Put your arms around them and link your hands between their tummy button and the bottom of their chest. Clench your lower hand in a fist, grasp your fist with your other hand and pull sharply inwards and upwards. Repeat up to 5 times. Check their mouth. So coming to choking in kids, child. അപ്പോൾ അത് അണ്ടർ ദ ഏജ് ഓഫ് 5 ഇറ്റ്സ് വെരി കോമൺ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചോക്കിംഗ് വളരെ കോമൺ ആണ്. ബിക്കോസ് നമുക്കറിയാം കുട്ടികൾക്ക് എന്ത് ഫോറിൻ ബോഡി കിട്ടിയാലും അത് വായിലിടുന്ന ഒരു ടെൻഡൻസി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അത് പറഞ്ഞ പോലെ ഫുഡ് ആവാം, കോയിൻ ആവാം, അല്ലെങ്കിൽ ടോയ്സ് ആവാം, അല്ലെങ്കിൽ നട്ട്സ്, എന്തും ആവാം. അപ്പോ പീനട്സ് ബേസിക്കലി നമ്മള് 5 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികൾ ഫുഡ് കഴിക്കുമ്പോൾ അവരെ ഒറ്റയ്ക്ക് ഇടരുത്. ഒരു ചെറിയ നമ്മൾക്ക് ഒരു അറ്റൻഷൻ കൊടുക്കണം. അത് പെട്ടെന്ന് ചോക്കിംഗ് ആയാലും നമ്മൾ അറിയാതെ പോയാലൊക്കെ ഒരുപാട് ഡേഞ്ചറാണ്. അപ്പൊ എന്താ ഇങ്ങനത്തെ കുട്ടികളിൽ ഇതേപോലെ നമ്മൾ ചോക്കിംഗ് റെക്കഗ്നൈസ് ചെയ്യണം. അവർ കുട്ടികൾ കരയില്ല, സൗണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല, അവരിങ്ങനെ കഴുത്തിൽ തൊണ്ടയിൽ ഇങ്ങനെ 2 കൈ പിടിച്ചിട്ട് ഇങ്ങനെ സ്കെയർ ആയിട്ട് നിൽക്കുകയായിരിക്കും, കണ്ണ് പുറത്ത് തള്ളിയിട്ട് ചിലപ്പോൾ 2 കൈ ഇട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ടാവും. നമ്മൾ ചോക്കിംഗ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് അവരോട് ചോദിക്കാം. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ അഡൾട്ടിൽ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ ബാക്കിൽ നിൽക്കുക. അപ്പൊ നമ്മളും കുട്ടികളും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ മുട്ടുകുത്തി നിൽക്കുക. കുട്ടിയുടെ ബാക്കിൽ മുട്ടുകുത്തി നിന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ കൈ ഫോൾഡ് ചെയ്യാം. ഈ ചെസ്റ്റിന്റെയും അബ്ഡോമന്റെയും നടുവിലായിട്ട് കൈ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിക്കുക, മറ്റേ കൈ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് യു ഹാവ് ടു പുഷ് ഇറ്റ് ഇൻവേർഡ്സ് ആൻഡ് അപ്വേർഡ്സ്, ഇങ്ങനെ പുഷ് ചെയ്യുക. അപ്പൊ ഈ ഡയഫ്രത്തിലേക്ക് ഒരു പ്രഷർ വരുമ്പോൾ അതിങ്ങനെ ഫോറിൻ ബോഡി പുറത്ത് വരണം. അതങ്ങനെ അതെ വീഡിയോയിൽ മനസ്സിലാവും എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത്. വിൽ റിപ്പീറ്റ് ടിൽ ദ ഫോറിൻ ബോഡി കംസ് ഔട്ട്. അപ്പൊ ഒന്നെങ്കിൽ വായില് ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ കൈകൊണ്ട് എടുത്തിട്ട്, അല്ലെങ്കിൽ കുട്ടികൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് പുറത്ത് വരുമ്പോൾ സ്പിറ്റ് ഇറ്റ് ഔട്ട്. അത് 5 times ചെയ്യണം. അപ്പോൾ എത്ര നേരം ഇത് ചെയ്യണം എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഒന്നെങ്കിൽ ഫോറിൻ ബോഡി പുറത്ത് വരുന്നത് വരെ, അല്ലെങ്കിൽ പേഷ്യന്റ് അൺകോൺഷ്യസ് നോട്ട് റെസ്പോണ്ടിങ്. അപ്പൊ പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എമർജൻസി ഒരു ആംബുലൻസ് വിളിക്കണം. പിന്നെ CPR കൊടുക്കണം. CPR എങ്ങനെ കൊടുക്കാന്നുള്ളത് നമ്മൾ പറയാം. First, recognize the choking victim. Recognize the child is choking. They might not be able to speak. They're going to look scared. They may be gesturing toward their throat. The only sound you hear coming out of them is a high-pitched whistle. Ask them, are you choking? Can you speak? If not, begin the Heimlich maneuver. Are you choking? Can you speak at all? Here, stand up. Stand up. അപ്പൊ ചോക്കിംഗ് ബേബീസിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ബേബീസിൽ ഈ പറഞ്ഞ പോലെ ഫുഡ് പാർട്ടിക്കിൾ ആവാം, ഫോറിൻ ബോഡി ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോയ്സ് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ, കോയിൻ ആവാം, കുടുങ്ങിയിട്ട് നട്ട്സ് ആവാം. അപ്പൊ ബേബി ചോക്കിംഗ് അവരിങ്ങനെ ബ്ലൂ കളർ ആവാം, ബേബി ഇങ്ങനെ കൈ ഇട്ടടിക്കാം, അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ആണ് അവർ കാണിക്കുക. അവർ കരയില്ല, സൗണ്ട് ഒന്നും ഉണ്ടാക്കില്ല. അപ്പത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കോമൺ ആയിട്ട് വീട്ടില് മദേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് തലേന്റെ മേലായിട്ട് ഇങ്ങനെ തട്ടുക. അത് ചെയ്യരുത്. കാരണം ഫോറിൻ ബോഡി ഇങ്ങനെ അറ്റത്ത് വന്നിരിക്കുകയാണ്, അതിങ്ങനെ കുലുങ്ങി താഴെ വന്നിട്ട് കംപ്ലീറ്റ് ഒരു കൂടുതൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ട് കംപ്ലീറ്റ് ഒബ്സ്ട്രക്ഷൻ ആയിട്ട് തീരെ ശ്വാസം വലിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ പോകും.
അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ബേബീനെ, കുട്ടീനെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുക്കുക, തല ഈ ഭാഗത്താക്കിയിട്ട് രണ്ട് കാലും നമ്മുടെ കൈയിന്റെ ഇടയിൽ ഇട്ടിട്ട് തുടമേ സപ്പോർട്ട് ചെയ്തിട്ട് ചെറിയൊരു ചെരിവ് വേണം, ഒരു ഗ്രാവിറ്റി വേണം. അപ്പൊ വിൽ ഷെയർ വിത്ത് വീഡിയോ സോ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഇങ്ങനെ പിടിക്കണം. അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഞാൻ എന്തായാലും ജസ്റ്റ് പറയാം. ഇങ്ങനെ തുടയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചൂണ്ട് വിരലും അതായത് മിഡിൽ ഫിംഗറും രണ്ടും എടുത്തിട്ട് ജസ്റ്റ് താഴ്ഭാഗത്ത് ഇങ്ങനെ 5 പ്രാവശ്യം കംപ്രസ് ചെയ്യണം. എന്നിട്ട് ബേബിനെ തിരിച്ച് ഈ കയ്യിലോട്ട് കമഴ്ത്തി കിടത്തിയിട്ട് 2 ഷോൾഡേഴ്സിന്റെ ഇടയിൽ നമ്മുടെ ഈ പാമ്പിന്റെ ഈ ഒരു ഭാഗം കൊണ്ട് ഇങ്ങനെ തട്ടണം 5 ടൈംസ്. കമിഴ്ന്നാണ് കിടക്കുക. അപ്പൊ തട്ട് കൊടുക്കണം. അങ്ങനെ സെയിം അഗെയിൻ ഇങ്ങോട്ട് കിടത്തുക, ഇങ്ങനെ ഈ ഫിംഗർ കൊണ്ട് ഇങ്ങനെ കംപ്രസ് ചെയ്യുക 5 ടൈംസ്. തിരിച്ച് കമ്മിറ്റി കയ്യിലോട്ട് കിടത്തുക. നമ്മുടെ തുടമ സപ്പോർട്ട് ചെയ്യാൻ, കാരണം കയ്യിൽ വെക്കാൻ കഴിയില്ല, അപ്പൊ തുടമ സപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് തിരിച്ച് ബാക്കിൽ ഷോൾഡേഴ്സിന്റെ ഇടയിൽ ഇത് വെച്ച് ഇങ്ങനെ തട്ട് കൊടുക്കാം. അപ്പൊ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ഫോറിൻ ബോഡി പുറത്ത് വരുന്നുണ്ടെങ്കിൽ 5 പ്രാവശ്യം പുറത്ത് വരുന്നുണ്ടോ നോക്കിയിട്ട് വായിൽ നോക്കിയിട്ട് എടുത്ത് കളയാം. അത് കാണുന്നുണ്ടെങ്കിൽ മാത്രം എടുത്ത് കൈ വിരലുള്ളിലിട്ടിട്ട് നമ്മൾ എടുക്കാൻ ശ്രമിക്കരുത്. ചിലപ്പോൾ ഉള്ളിലേക്ക് പോയാൽ പറഞ്ഞ പോലെ കൂടുതൽ ഒബ്സ്ട്രക്ഷൻ വരാം. ആദ്യമായി മുഖം കീഴെയായി കമഴ്ത്തി കിടത്തുക. ഒരു ചരിവ് വേണം, നമ്മുടെ തുടയിലായിട്ടാണ് കിടത്തേണ്ടത്. കുഞ്ഞിന്റെ 2 കാലുകളിലും നമ്മുടെ കൈയുടെ ഇടയിലായിട്ട് ആവണം. എന്നിട്ട് തലഭാഗം താഴോട്ടാണ് വേണ്ടത്. 2 ഷോൾഡർ ബ്ലേഡിന്റെ ഇടയ്ക്ക്, നമ്മൾ ബാക്കിൽ 2 എല്ലുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള എല്ല്. ആ 2 ഷോൾഡറിന്റെ ഇടയിൽ 5 പ്രാവശ്യം നമ്മുടെ കൈപ്പത്തിയുടെ ഭാഗം വെച്ച് നമ്മൾ 5 പ്രാവശ്യം അടിക്കുക. അതിനുശേഷം അപ്പുറത്തെ കൈയിലേക്ക് പിടിക്കുക. അതിനുശേഷം നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും ഉപയോഗിച്ച് 5 പ്രാവശ്യം നെഞ്ചിൽ അമർത്തുക. ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. 5 പ്രാവശ്യം നമ്മൾ ബാക്കിലും അടിക്കുക, 5 പ്രാവശ്യം ചെസ്റ്റിലും ഇങ്ങനെ നേരെ കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കുറച്ച് നേരം ഇത് നമ്മളൊരു ചരിവുള്ളതുകൊണ്ട്, ഒരു ചരിച്ചാണ് നമ്മൾ താഴോട്ട് കിടത്തിയ ഒരു ആംഗിളാണ് കിടത്തുന്നതുകൊണ്ട് ഗ്രാവിറ്റി കാരണവും നമ്മൾ ഈ അടിക്കുന്ന ശക്തി കാരണവും ഈ ഫോറിൻ ബോഡി പുറത്തു വരും. ഇത് ലോകം മൊത്തം ഫോളോ ചെയ്യുന്ന ടെക്നിക്കാണ്. ഇതാണ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട ടെക്നിക്ക്. ഒരു പെട്ടെന്ന് ഒരു ഫോറിൻ ബോഡി വന്ന് കുടുങ്ങിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത്. ഇനി ഇത് ചെയ്യേണ്ടത് എത്ര നേരം വരെ എന്നൊരു ചോദ്യം ഉണ്ടാവും അല്ലെ? അപ്പം ഇത് ചെയ്യേണ്ടത് ഫോറിൻ ബോഡി പുറത്തു വരുന്നത് വരെ, അല്ലെങ്കിൽ കോയിൻ അല്ലെങ്കിൽ ഇത് വീഴുന്നത് വരെയോ, അല്ലെങ്കിൽ കുഞ്ഞ് അനങ്ങാതാകുകയോ ഒരു റെസ്പോൺസും ഇല്ലാത്ത രീതിയിൽ തോന്നുന്നത് വരെയാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. റെസ്പോൺസ് ഇല്ലെങ്കിൽ ആദ്യമായി ഒരു പരന്ന സ്ഥലത്തോട്ട് കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കിടത്തുക. ഫ്ലാറ്റ് ആയിട്ട് കിടത്തിയതിനു ശേഷം ചൂടുവിരലും നടുവിരലും വെച്ച് നമ്മുടെ നെഞ്ചിന്റെ നടുക്കായിട്ട് 30 പ്രാവശ്യം നെക്കുകയും 2 പ്രാവശ്യം ശ്വാസം കൊടുക്കുകയും ചെയ്യണം. 30 പ്രാവശ്യം നെഞ്ചിലമർത്തുക, 2 പ്രാവശ്യം ശ്വാസം കൊടുക്കുക. എന്നിട്ട് പേഷ്യന്റ് ഇത് എത്ര നേരം ചെയ്യണം? അപ്പൊ ബേബി റെസ്പോണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫോറിൻ ബോഡി പുറത്ത് വരുന്നില്ല, അപ്പൊ നമ്മൾ ബേബിക്ക് CPR ചെയ്യണം. അപ്പൊ നേരത്തെ ഡോക്ടർ പറഞ്ഞു CPR അഡൾട്ടില് ചെറിയ ബേബീസിലും ഏകദേശം അതുപോലെ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഇതേപോലെ ഒരു ഹാർഡ് പരന്ന സർഫസിൽ ബേബിനെ കടത്തിയിട്ട് നമ്മുടെ ഈ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും വെച്ചിട്ട് ചെസ്റ്റിന്റെ ലോ ഭാഗത്ത് ബിറ്റ്വീൻ 2 നിപ്പിൾസ് തന്നെയാണ് ചെസ്റ്റ് കംപ്രഷൻസ്. രണ്ട് വിരലുകൊണ്ട് കൊടുക്കുക. അപ്പൊ 30 ടൈംസ് കംപ്രഷൻ ചെയ്യാം. അത് തന്നെയാണ് ഇവിടുത്തെ റൂള്. പക്ഷെ ഇവിടെ എന്താ വെച്ചെങ്കിൽ നമ്മൾ എത്ര ഡെപ്ത് ചെയ്യണമെന്നുണ്ടെന്ന് വെച്ചാൽ അഡൾട്ടിന് 5 to 6 സെന്റിമീറ്റേഴ്സ് ആണ്. ഇത് ഈ കുട്ടികൾക്ക് 4 സെന്റിമീറ്റേഴ്സ് മതി. ഓക്കെ. അപ്പൊ അത് 30 ടൈംസ് നമ്മളിങ്ങനെ കംപ്രഷൻ കൊടുക്കുക. പിന്നെ 2 ബ്രെത്ത് കൊടുക്കുക. ബ്രെത്ത് കൊടുക്കുമ്പോൾ നമ്മൾ മാക്സിമം നമ്മളൊരു ബ്രെത്ത് എടുത്തിട്ട് ബേബിന്റെ നോസും വായും നമ്മളെ വായക്കകത്താക്കി സീൽ ചെയ്തിട്ട് ബ്ലോ ചെയ്യുക. കാറ്റ് നോക്കണം, അതാണ് എഫക്റ്റീവ് ബ്രെത്ത്. ഓക്കെ. പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്യുക, ഇങ്ങനെ കംപ്രഷൻ ചെയ്യുക, ബ്രെത്ത് കൊടുക്കുക. സപ്പോസ് ഇൻ ബിറ്റ്വീൻ നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വരികയാണെങ്കിൽ യു ക്യാൻ ഗിവ് 15 ടൈംസ് ഇങ്ങനെ കംപ്രഷൻ കൊടുക്കുക, 2 ബ്രെത്ത് കൊടുക്കുക. കാരണം ഒരാൾ കംപ്രഷൻ ചെയ്യും, മറ്റൊരാൾ വ്യത്യാസമാണ്. ഒരാൾ മാത്രം ചെയ്യണമെങ്കിൽ 30:2 ആണ്. 2 ആളുണ്ടെങ്കിൽ ഹെൽപ്പിന് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് 15:2. 15 കംപ്രഷൻസ് 2 ബ്രെത്ത്സ്. ആ രീതിയിൽ ഇതിപ്പോ എങ്ങനെയാണ് അൺറെസ്പോൺസീവ് ആയ ഫസ്റ്റ് തിങ് ഇസ് ടു കോൾ ഫോർ ഹെൽപ്പ്. സോ ദാറ്റ് ആരെങ്കിലും വരുന്നവരെയാണ് നിങ്ങൾ ഈ ചെയ്യുന്ന CPR ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഹെൽപ്പ് വരുന്നവരെ അല്ലെങ്കിൽ ആംബുലൻസ് നമുക്കൊരു വരുന്നവരെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യും.
only patient starts ഓക്കെ moving. അപ്പൊ ഇത് നമ്മുടെ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് മെത്തേഡ് ആണ്. ഇത് എല്ലാവരും മനസ്സിലാക്കുന്നതിനെ കുറിച്ച് കൂടുതൽ അറിയണം. ബിക്കോസ് നമ്മുടെ വീട്ടിലും നമ്മുടെ വർക്ക് പ്ലേസിലും എവിടെ വേണമെങ്കിലും നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാം. ഈവൻ ബേബീസിന്റെ കാര്യങ്ങളാണ്, നേരത്തെ പറഞ്ഞ പോലെ അഡൾട്ടിന്റെ കാര്യം, പെട്ടെന്ന് കുഴഞ്ഞു വീഴുക, ബോധാവസ്ഥ, ഇതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നത്. അപ്പൊ നമ്മൾ ചെറിയൊരു മനസ്സിലൊരു ഐഡിയ, ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിൽ ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കിത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇതിനെ കുറിച്ച് എല്ലാവരും മനസ്സിലാക്കുക. ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ഓൾ. താങ്ക് യു സോ മച്ച്. Okay, hi, good morning. I am Dr. Anukesh Vasu. So today I'm going to talk about first aid in the case of a dog bite. So before going into first aid, I'll say some of the concerns with the dog bite. One is whether we can get rabies from the dog. Second is whether our wound can get infected. And the third concern is the possibility of actual tetanus developing from the wound. So these are the three concerns we have with the dog bite. So now let's see what to do when a dog actually bites us. So when the dog bites you, there are a few steps that you must follow. The first step is actually to escape from the dog, to keep a distance from the dog so that you don't get any more bites from the dog. Now once you're safe, the next step is to bandage the wound with an available cloth, with a clean cloth, and then go to a nearby house, or even if you are in your own house, go to a tap which has running water and use soap. So using the water and the soap, you can wash the wound thoroughly. Now if you don't have running water from the tap, you can also use a hand shower. In both cases, the water and soap will clean the wound. Now if you have antibacterial solutions like Dettol, Savlon or Betadine solution, you can use that next to clean the wound. So this simple act of washing with soap and water and then later on with an antibacterial solution will remove at least 90 to 95% of the virus and the bacteria that may be there in the wound. So that is the most important step. Now once you do that, the next step is to bandage with a clean bandage or a clean cloth and then go to a nearby hospital or healthcare facility to show the doctor. The doctor will then advise about the immunization required to act against rabies. Now another point is that sometimes the bite may be bad and severe and there may be significant bleeding from the wound. In such a case, we don't have much option. We have to bandage with a clean cloth or a clean bandage and then immediately go to the doctor who will do the rest of the first aid from there. Now a few points which you must concern once you have done the first aid part is to know about the dog. So you can be bit by two types of dogs. It can be a domestic dog or a stray dog. Now a domestic dog means you can find out the owner. Even if you don't know the owner, you can find out the house from where the dog was there and then inquire with the owner about whether the dog has been immunized against rabies or not. And the second thing is, if it was a stray dog, then if it is from your own locality, then you know that you can actually observe the dog for a period of at least 10 days. Now why 10 days? Because that is usually the time taken for a dog who has rabies to actually die from the disease. So that is one alarming point over there. Now supposing you have been bit while you have been in another locality where it is not from your locality and a stray dog has bit you. In such a case, that is a worse scenario because that dog may not be observable. And because at a very reason, you must immediately go to the doctor and ask for treatment. So these are the important points which you must look at when you are considering first. Hello, good morning all. I'm Dr. Shafina Zulfikar, mother of Rihan Ali Faisal from 4th grade. I'm here to speak about first aid. World First Aid Day is observed on second Saturday of September every year to spread the awareness on first aid. Do you know what is first aid? First aid is an emergency care or initial treatment given to someone injured or suddenly ill before the medical service is available. Now I am talking about first aid for fracture. A break or crack in the bone is called fracture. A broken bone that doesn't puncture the skin is called closed fracture, but sometimes the bone can puncture the skin is called open fracture. If you think someone has a fracture, you may see swelling and bruising. If someone has fracture in the leg, they may have difficulty in moving and have movements in unnatural direction. Their limb may look shorter, twisted,
or bent. There may be grating noise or feeling if the limb is moving, have loss of strength or see sign of shock. Now, let us see the procedure. First of all, we have to immobilize the injured part. For that, we can use this for arm and this for the fractured leg. These are the immobilizers. If you think you have broken bone, support the injured part to stop it from bleeding. This should help ease the pain and prevent any further damage. Place padding around the injury for extra support. Support the injured area, for example, fracture on the arm can be secured against the body with a sling. If it is an open fracture, cover the wound with a sterile dressing and secure it with a bandage. Apply pressure around the wound, not over the bone, to control any bleeding. A fracture to the leg can be secured to the uninjured leg with a triangular bandage. Keep checking for signs and shock. Points to remember. Pad and support the injured area. Use a sling or a triangular bandage to keep it secure. Cover any wounds. Call ambulance. And that's how you treat someone with a fracture. And next, I'm talking about first aid for cut and wound. Cut and cases are common injuries that can usually be treated at home itself. A cut is a full break to the skin, whereas graze is just the top layers of skin being scraped off. Normally, all you need to do is clean and dry that. Apply some pressure and raise the injury above the heart level. This should help to prevent the infection and stop bleeding. The wound should heal by itself within a few days. When treating a cut, always wear gloves if you have them. And first, apply some pressure to the wound using a piece of gauze. Just put some pressure on them. Then raise the injury above the heart level. Next, you need to clean the wound and gently dry it. Finally, apply a sterile dressing. When treating a cut, always wear gloves if you have them. Next, you need to clean the wound and gently dry that. The wound should heal by itself within a few days. And apply some pressure to the wound using a piece of gauze. Just put some pressure on them. Then raise the injury. This should help to prevent infection and stop bleeding. Finally, apply a sterile dressing. Apply pressure on the wound. Raise the injury above the heart level. Clean and dry the cut. Apply sterile dressing. If you have worried about the infection, seek medical advice. And that's how you treat someone with cut and wound. Thank you. Hi, very good morning all. This is a brief talk on what are all the pre-hospital care that we can provide to burns victims. There are several types of burns injuries, including thermal, electrical and chemical injuries, of which thermal injuries are the most common. ഇവ പല തരത്തിലാവാം. ഹൈ ടെമ്പറേച്ചർ സർഫസിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴാവാം. അതുമല്ലെങ്കിൽ സ്കാൽസ് ഇഞ്ചുറി, ചൂടുള്ള വെള്ളമോ പാലോ എണ്ണയോ ശരീരത്തിൽ വീഴുന്നത് കൊണ്ടാവാം. അതുമല്ലെങ്കിൽ ഹൈ ഫ്ലെയിംസ് ഇഞ്ചുറീസ്. In these situations, what is to be done? The first thing is stop the active flames. For that you should stop, drop and roll. നാം ഓടാൻ പാടില്ല. ഫ്ലെയിം മുകളിൽ വരുന്ന രീതിയിൽ കിടക്കുക. കിടന്നതിന് ശേഷം വെള്ളം ഉപയോഗിച്ച് തീ അണക്കാൻ ശ്രമിക്കുക. വെള്ളം അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ തിക്കായിട്ടുള്ള പുതപ്പ്, തുണി അല്ലെങ്കിൽ ചാക്ക് പോലുള്ളവ ഉപയോഗിച്ച് തീ അണക്കാൻ ശ്രമിക്കുക. Once the active burn is controlled, you should take out all the half-burnt clothes, nappies, ornaments from the burned surface area. And try to avoid pulling the objects that are stuck to the skin surface so that to avoid further injuries. Then you should start cool the burnt area by keeping under continuous tap water for at least 10 to 15 minutes. Don't use ice or ice cold water directly over the burnt surface. Please keep the wound dry and clean. Don't apply any sort of lotions, ointments or creams or toothpaste or butter for that matter.
give warm atmosphere to the patient by giving a dry, clean blanket. And by this time we should have called for help, and you should have arranged for the safe travel of the patient to the hospital. And who are all the patients who require in-hospital care? These are those who are burnt more than 20% of their body surface area, or kids or old age people who are burned more than 10% of their body surface area, or anyone who have burned their hands, face and genitals. So please take care. Have safe days ahead. MES രാജാസ് റെസിഡൻസ് സ്കൂളിൻ്റെ എമർജൻസി ഡേ ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് സ്നേക്ക് ബൈറ്റിൻ്റെ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ്. അപ്പോൾ സ്നേക്ക് ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാ സ്നേക്സും പോയിസണസ് സ്നേക്സ് അല്ല. നമ്മുടെ നാട്ടുകളിൽ കാണപ്പെടുന്ന മെയിൻലി 3 തരം സ്നേക്സാണുള്ളത് പോയിസണസ് ആയിട്ട്. ഒന്ന് കോബ്ര, വേറൊന്ന് റസൽ വൈപ്പർ, വേറൊന്ന് ക്രൈറ്റ്. ഈ 3 തരം പാമ്പുകളാണ് പോയിസണസ് ആയിട്ടുള്ളത്. എന്നാൽ ഇതിൽ തന്നെ പോയിസണസ് സ്നേക്സിൻ്റെ എല്ലാ ബൈറ്റുകളും പോയിസണസ് ആവണമെന്നില്ല. ഉദാഹരണത്തിന് ഒരു ഇര പിടിച്ച് കിടക്കുന്ന ഒരു പാമ്പ് നമ്മളെ കുത്തിയാൽ അത് പോയിസണസ് ആവാൻ സാധ്യത കുറവാണ്, ആയിക്കൂടായികയുമില്ല. അപ്പോൾ ഈ പോയിസണസ് സ്നേക്സ് കടിച്ചാൽ മെയിനായിട്ട് കാണുന്നത് 2 ബൈറ്റ് മാർക്ക് നമുക്ക് കാണാൻ സാധിക്കും. മെയിനായിട്ട് സ്നേക്ക് ബൈറ്റ്സ് കാലിലാണ് കാണുന്നത്, കൈകളിലും, അതായത് നമുക്ക് എക്സ്ട്രീമിക്സിൽ. ബാക്കിയുള്ള ഭാഗങ്ങളിൽ കാണപ്പെടാം. അപ്പോൾ നമ്മൾ ആ കാലിൽ വെച്ചാണ് ഇപ്പോൾ നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 2 സ്നേക്ക് ബൈറ്റിൻ്റെ 2 മാർക്ക് കണ്ടില്ല എന്ന് വെക്കുക. ഒരു അൺനോൺ ബൈറ്റ് ആണെങ്കിൽ നമ്മളൊരിക്കലും റിസ്ക് എടുക്കരുത്. ഒരു മെഡിക്കൽ അറ്റൻഷൻ എന്താണെങ്കിലും നമ്മൾ നേടിയിരിക്കണം. അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കാം. അതിൻ്റെ ഫസ്റ്റ് എയ്ഡിലേക്ക് കടക്കുന്നതിന് ആദ്യത്തെ ഭാഗം എന്ന് വെച്ചാൽ ഈ രോഗിയെ പേടിപ്പിക്കാതിരിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സ്നേക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, സ്നേക്സിനെ പിടിക്കാൻ വേണ്ടി നമ്മൾ സമയം കളയാതിരിക്കുക. അതിന് ചെറിയ റോളേ ഉള്ളൂ. അറിയുമെങ്കിൽ കണ്ടെങ്കിൽ പറയുക, അല്ലാതെ അതിനു വേണ്ടി സമയം നമ്മൾ പാഴാക്കരുത്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി നമ്മുടെ ഇസാൻ അഹമ്മദ്, ക്ലാസ് 1D ഇസാൻ അഹമ്മദ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക, 2 ബൈറ്റ് മാർക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവരെ പേടിപ്പിക്കാതിരിക്കുക, സമയം സ്നേക്കിൻ്റെ പിന്നാലെ ഓടി കളയാതിരിക്കുക. അപ്പോൾ പിന്നെ മുൻകാലങ്ങളിലൊക്കെ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്ലേഡ് വെച്ച് ഈ മുറിവുള്ള ഭാഗത്ത് കട്ട് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇൻഫെക്ഷന് ചാൻസ് കൂടുതലാണ്. ഇപ്പം അങ്ങനെ ചെയ്യാറില്ല. വേറൊന്ന്, ഈ സ്നേക്ക് ബൈറ്റ് വെച്ച കൂടെയുള്ള ആൾ അതിൽ നിന്ന് വെനം സക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നൊരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വളരെ നേരിയ അംശം മാത്രമേ നമുക്ക് സക്ക് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രവുമല്ല അത് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇൻഫെക്ഷന് ചാൻസ് കൂടുതലാണ്. ഇപ്പം അങ്ങനെ ചെയ്യാറില്ല. വേറൊന്ന്, ഈ സ്നേക്ക് ബൈറ്റ് വെച്ച കൂടെയുള്ള ആൾ അതിൽ നിന്ന് വെനം സക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നൊരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വളരെ നേരിയ അംശം മാത്രമേ നമുക്ക് സക്ക് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രവുമല്ല ഈ സക്ക് ചെയ്തെടുക്കുന്ന ആൾക്ക് അതുമൂലം ഒരു ഡേഞ്ചർ സാധ്യതയുണ്ട്. അപ്പോൾ അത് രണ്ടും ഒഴിവാക്കുക. പിന്നെ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വേറൊരു ടെക്നിക്കായിരുന്നു, ഇതിന് മുകളിൽ ഒരു 8 സെൻറ്റിമീറ്റർ 6 to 8 സെൻറ്റിമീറ്റർ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ കെട്ടുക എന്നുള്ളത്. പക്ഷെ അതിപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അത് നന്നായിട്ട് എൻ്റെ ടെക്നിക്ക് അറിയുന്നെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് ചെയ്യേണ്ടതില്ല. അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്നുള്ള വെയിൻസിൻ്റെ ഒബ്സ്ട്രക്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അതിനേക്കാളും കുറച്ചുകൂടെ ഡീപ്പിലൂടെ പോകുന്ന ആർട്ടറി, അതായത് ഇങ്ങോട്ട് രക്തം എത്തിക്കുന്ന ആർട്ടറിയുടെ ബ്ലോക്കേജിന് അതൊരിക്കലും കാരണമാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ കെട്ടുന്നത് എങ്ങനെ വെച്ചാൽ, അപ്പോൾ നമ്മളിങ്ങനെ കെട്ടിക്കഴിഞ്ഞ് എത്രത്തോളം മുറുകണം എന്ന് വെച്ചാൽ ഇതായിത്രേ. ഇത് കെട്ടിക്കഴിഞ്ഞതിന് ശേഷവും നമുക്കൊരു 2 ഫിംഗർ അതിനടിയിലൂടെ ഇങ്ങനെ കടത്താൻ വേണ്ടി സാധിക്കണം. അതിൽ കൂടുതൽ വരിഞ്ഞു മുറുകി കഴിഞ്ഞാൽ അടിയിലുള്ള ആർട്ടറി ബ്ലോക്ക് ആവുകയും
അത് നമ്മുടെ ഇങ്ങോട്ടുള്ള രക്തോട്ടത്തെ ബാധിക്കുകയും പിന്നീട് അത് ഈ ലിംബിൻ്റെ തന്നെ നഷ്ടത്തിലേക്ക് വരെ സംഭവിച്ചേക്കാം. അപ്പം ആയതുകൊണ്ട് നമുക്ക് അത്രയും അറിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്നിക് ചെയ്യരുത്. മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നാണ്. ആംബുലൻസ് വിളിക്കുക, പിന്നെ ഇത് ഇമ്മൊബിലൈസ് ചെയ്യുക. ഇതാണ് ആദ്യത്തെ നമ്മുടെ പരിപാടി. ഇമ്മൊബിലൈസ് ചെയ്യുക, ഈ ലിംബ് ഇമ്മൊബിലൈസ് ചെയ്യുക. കാരണം ഇവിടുന്ന് ഉള്ള മസിൽസിൻ്റെ ആക്ഷൻ മൂലമാണ് ഈ അബ്സോർബ് ചെയ്ത പിന്നെ വെനം നമ്മുടെ ശരീരത്തിലേക്ക് പല സ്ഥലങ്ങളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇമ്മൊബിലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലത്തെ ഒരു നമ്മുടെ നാടൻ ഭാഷയിൽ ചട്ട, അല്ലെങ്കിൽ ഇനി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പേപ്പേഴ്സ് ഇതുപോലെ ഈ കട്ടിയിൽ ഈ വീതിയിൽ ഇതിനേക്കാളും അല്പം കട്ടി കൂടുതൽ ആക്കിയെടുത്തതിന് ശേഷം മെല്ലെ അതിനകത്ത് ഭാഗത്തേക്ക് വെക്കുക. എന്നിട്ട് അതിൻ്റെ എക്സിൻ്റെ ഭാഗത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലത്തെ തുണി എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ചുറ്റി പിടിപ്പിക്കുക. ഉദാഹരണത്തിന് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ വലിയ ടൈറ്റൊന്നും ഇല്ലാതെ അത് ലൂസായിട്ട് പിടിക്കണം. ഇങ്ങനെ പിടിച്ചോ. ഇതുപോലെ ഇങ്ങനെ വലിയ ടൈറ്റൊന്നും ഇല്ലാതെ അത് ലൂസായിട്ട് പിടിക്കണം. ഇങ്ങനെ പിടിച്ചോ. പിടിക്കാൻ ഇതാ ജസ്റ്റ് ഒന്ന് ചുറ്റിയതിന് ശേഷം അപ്പോൾ എന്തായി, ഈ ലിംബ് നമുക്ക് ഇമ്മൊബിലൈസ് ആയി. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് തടയുകയും ഈ മസിൽസിൻ്റെ പിന്നെ മൂവ്മെൻറ്റ് നമുക്ക് അവിടെ തടയാൻ സാധിക്കുകയും കൂടുതൽ വെനം അബ്സോർബ് ചെയ്യുന്നത് തടയാനും നമുക്ക് സാധിക്കും. അത് വളരെ വരിഞ്ഞു മുറുക്കിയൊന്നും കെട്ടരുത്, ജസ്റ്റ് ഒന്ന് ഇമ്മൊബിലൈസ് ചെയ്യേണ്ട ആവശ്യത്തേക്ക് മാത്രം. അതിനുശേഷം നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ, രോഗിയെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ വാഹനത്തിലേക്ക് വെക്കുമ്പോൾ 2-3 ആൾക്കാർ പിടിച്ച് ഇതേപോലെ തന്നെ 2 പേര് പിടിച്ച്, ഒരാൾ കാല് പിടിച്ച് ഇതുപോലെ തന്നെ കാലിൻ്റെ മൂവ്മെൻറ്റ് ഇല്ലാതെ ഇതുപോലെ തന്നെ വാഹനത്തിലേക്ക് വെക്കുക, സീറ്റിൽ വെക്കുക, നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ബാക്കി കാര്യങ്ങൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അവിടുന്ന് ചെയ്യുന്നതായിരിക്കും.